എല്ലാവരും ഗാനമേളയും മറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലിൻസി ബോബിയെ കാണുന്നത്. അവൻ കണ്ണുകൾ കൊണ്ട് പള്ളിയുടെ പിന്നിലേക്ക് വരാൻ കാണിച്ചതും അവൾ ഒരു വിധത്തിൽ എങ്ങനെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് പള്ളിയുടെ പുറകിലെത്തിയിരുന്നു. എന്നതാ, ചേച്ചി എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. അവൾ പേടിയോടെ അവനോട് പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഒരു ചേച്ചി, നീ ഇങ്ങനെ പേടിക്കാതെ. നിന്നെ ഒന്ന് തനിച്ച് കാണാൻ വേണ്ടി എത്ര നേരം കൊണ്ട് ഞാൻ നിൽക്കുകയാണ്, അവൻ പറഞ്ഞു. അവൾ നാണത്താൽ ചിരിച്ചു. ചുരിദാർ ചേരുന്നുണ്ടോ? നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. ഞാൻ വാങ്ങുന്നത് മോശമാവില്ലല്ലോ, അവൻ ചിരിയോടെ പറഞ്ഞു. നീ എന്താ ഫോൺ വിളിക്കാത്തത്? അതിന് പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. ഞാൻ നാളെ കോളേജിൽ വരില്ല, നിന്നെ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. എന്താ അത്യാവശ്യം? അത്യാവശ്യമായിട്ടൊന്നുമില്ല. നമുക്ക് ഈ ശനിയാഴ്ച ഒരു ഔട്ടിങ്ങിൽ പോയാലോ? ശനിയാഴ്ചയോ? ശനിയാഴ്ചയൊന്നും പറ്റില്ല ബോബി. എങ്കിൽ വെള്ളിയാഴ്ച. കോളേജ് കഴിഞ്ഞ് നീ കുറച്ച് താമസിച്ചു വന്നാൽ മതി. എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് വല്ലതും പറയാൻ നോക്ക് വീട്ടിൽ. എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ. ചേച്ചി അറിഞ്ഞാൽ ഞാൻ തന്നെ കെട്ടിക്കോളാം, പോരെ? അപ്പോൾ അല്ലെങ്കിൽ കെട്ടില്ലേ? അങ്ങനെയാണോ പറഞ്ഞേ? എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹമില്ലേ? ഞാൻ ശ്രമിച്ചു നോക്കാം ബോബി. അവളത് പറഞ്ഞതും അവൻ്റെ മുഖം തെളിഞ്ഞു. അന്ന് രാത്രി എന്തുകൊണ്ടോ ആൽവിനും ജാൻസിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ അവൾ തഴുകി തന്ന കൈത്തണ്ടയിൽ നോക്കി കൊണ്ട് കുറേ നേരം ഇരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തന്നിലെ വീര്യം മുഴുവൻ ചോർത്തി കളയുന്നുവെന്ന് അവൻ ഓർത്തു. രാവിലെ കോളേജിലേക്ക് പോകുന്നതിന് മുൻപ് ജാൻസി പോകാൻ ഇറങ്ങിയപ്പോൾ ലിൻസി അടുത്ത് ചെന്നിരുന്നു. ഇന്ന് പരീക്ഷയാണ് ചേച്ചി. അതിനെന്താ? ഇതെല്ലാം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതിനെനിക്ക് നിൽക്കേണ്ടി വരും. വെള്ളിയാഴ്ചയല്ലേ, അപ്പോഴത്തേക്ക് പോരെ? നീ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ മതി. പിന്നെ ബസ്സിന് വരാൻ നിൽക്കണ്ട, ഞാൻ കാശ് തരാം, ഓട്ടോ പിടിച്ച് വന്നാൽ മതി. രാത്രി തന്നെ ബസ്സിന് കയറി വന്നാൽ ശരിയാവില്ല. ഞാൻ നമ്മുടെ ബാബു ചേട്ടനോട് പറയാം, അയാൾ നിന്നെ ഓട്ടോയിൽ കൂടെ കൊണ്ടുവന്നോളും. അവൾ സമ്മതത്തോടെ തലയാട്ടി. പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി. അതിൽ കയറി അവൾ പോയി. അവൾ അങ്ങ് പോയതിനു ശേഷമാണ് ബിൻസി ഓടി വരുന്നത് കണ്ടത്. എന്നാടി? ജാൻസി ചോദിച്ചു. ചേച്ചി ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി, ഇന്ന് പരീക്ഷയാണ്. കയ്യിലിരുന്ന പേപ്പർ ഉയർത്തി കാണിച്ചു ബിൻസി പറഞ്ഞു. എൻ്റെ കർത്താവേ, ഇതൊക്കെ എന്നെ ഓർത്താണോ ഇറങ്ങിപ്പോകുന്നത്? ജാൻസി തലയിൽ കൈവച്ചു. അവൾ പെട്ടെന്ന് തന്നെ മുറിയിൽ പോയൊരു ചുരിദാർ എടുത്തിട്ടു. അതിനുശേഷം ഹാൾ ടിക്കറ്റ് വാങ്ങി പോകാൻ തുടങ്ങി. നീ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അരമനയിൽ ചെന്ന് പറഞ്ഞേക്കണം ഞാൻ ഇത്തിരി താമസിക്കുമെന്ന്. ചേച്ചി എവിടെ പോവാ? ഇത് കൊടുക്കണ്ടേ? ഇതില്ലാതെ പരീക്ഷ എഴുതാൻ പറ്റുമോ? അതും പറഞ്ഞ് അവൾ ഹാൾ ടിക്കറ്റുമായി പുറത്തേക്ക് നടന്നു. എടി, ആൻസി വിളിച്ചു. എന്നാ ചേച്ചി? ജാൻസി ചോദിച്ചു. ഞാൻ കൊച്ചിനെ കൊണ്ടൊന്ന് ആശുപത്രിയിൽ പോവാ, അവൾക്ക് ചെറിയൊരു പനി പോലെ. അയ്യോ, പെട്ടെന്ന് ചെല്ല. എൻ്റെ കട്ടിലിനടിയിൽ പൈസ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോ. ഓട്ടോയിൽ പോയാൽ മതി, കൊച്ചിന് മേലാത്തല്ലേ, ഞാൻ ഇറങ്ങുക. അതും പറഞ്ഞ് അവൾ നടന്നു. കവലയിൽ ചെന്നപ്പോൾ ലിൻസി പോയിരുന്നു. ആദ്യം കണ്ട ബസ്സിന് തന്നെ ജാൻസി കൈ കാണിച്ചു. കോളേജിന് മുൻപിൽ ഇറങ്ങി കുറേ ദൂരം അകത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും കണ്ട ഒരുപോലെ ഇരിക്കുന്നു. ഇതിൽ നിന്ന് ലിൻസി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഓർത്ത് അവൾ നിൽക്കുമ്പോഴാണ് ഒരു മരക്കൂട്ടത്തിനിടയിൽ കുറേ കൂട്ടുകാരികളുമായി സംസാരിച്ച് കയ്യിലൊരു പുസ്തകവും പിടിച്ച് നിൽക്കുന്ന ലിൻസി അവൾ കണ്ടത്. പെട്ടെന്ന് അവൾ അവിടേക്ക് നടന്നു. ദൂരെ നിന്ന് തന്നെ ലിൻസി കണ്ടിരുന്നു ജാൻസിയെ. ഒരു വേള അവളെ കണ്ടതും അവളുടെ മുഖത്തൊരു അനിഷ്ടം തോന്നി. അവൾ കൂട്ടുകാരികളെ മുഴുവൻ ഒന്ന് നോക്കി. എന്നിട്ട് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ജാൻസിയുടെ അടുത്തേക്ക് നടന്നു. ചേച്ചി എന്താ ഇവിടേക്ക്? അവൾ അനിഷ്ടം മറച്ചു വെച്ച് ചോദിച്ചു. നീയൊക്കെ എന്നാത്തിനാടി പഠിക്കാൻ പോകുന്നത്? വേണ്ട സാധനങ്ങൾ പോലും എടുക്കില്ല. അവൾ കയ്യിൽ നിന്നും ഹാൾ ടിക്കറ്റ് എടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോഴാണത് മറന്ന കാര്യം അവളും ഓർത്തത്. ഞാനിതങ്ങ് മറന്നു പോയിരുന്നു ചേച്ചി. ചേച്ചി, എനിക്ക് സമയം പോയി. എന്നാൽ ചേച്ചി വേഗം ചെല്ല. ജാൻസി കൂടുതലൊന്നും പറയാൻ അവസരം നൽകാതെ അവൾ പറഞ്ഞു. എന്നാ ശരി. അതും പറഞ്ഞ് ജാൻസി തിരിച്ചു നടന്നു. അവൾ തിരികെ നടന്നപ്പോഴാണ് ലിൻസിക്ക് സമാധാനം തോന്നിയത്. അതാരാടി? കൂട്ടുകാരിൽ ഒരാൾ അവളുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു. അത് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയാണ്. അതും പറഞ്ഞ് കൂടുതലൊന്നും പറയാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. കവലയിൽ നിന്നും നേരെ ബസ്സിറങ്ങി അവൾ ചെന്നത് അരമനയിലേക്ക് പോകാനായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൾ ഓർത്തു, അരമനയിലേക്ക് കൊണ്ടുപോകാനുള്ള പാൽ എടുത്തിട്ടില്ല. ധൃതിയിൽ ഓടിയപ്പോൾ അത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ അവൾ നേരെ വീട്ടിലേക്ക് നടന്നു. വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ കേട്ടു ചെറിയ ഒച്ചപ്പാടുകൾ. വീട്ടിൽ നിന്ന് ബിൻസിമോളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. പക്ഷെ മുൻവശം അടച്ചിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജാൻസിയുടെ ഉള്ളൊരു കൊള്ളിയാൻ മിന്നിപ്പോയി. അവൾ പെട്ടെന്ന് ഓടി വീടിനടുത്തേക്ക് വരുന്തോറും അത് ബിൻസിമോളുടെ കരച്ചിലാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ പെട്ടെന്ന് വാതിൽ തുരുതുരാ കൊട്ടി. പെട്ടെന്ന് വാതിൽ തുറന്നു. തന്നെ കണ്ടതും കരച്ചിലോട് കെട്ടിപ്പിടിച്ച് തൻ്റെ മാറിലേക്ക് ചാഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ അലക്ഷ്യമായി കിടക്കുന്ന യൂണിഫോം ഷാളിൽ നിന്ന് തന്നെ എന്തായിരിക്കും സംഭവിച്ചതെന്ന് ജാൻസിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അകത്തെ മുറിയിൽ നിന്നും സേവിയർ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ജാൻസിക്ക് കാര്യം മനസ്സിലായി. അവളിൽ ഒരു ഭയം ഉടലെടുത്തു. അവൾക്ക് ശരീരം ചുട്ടുപൊള്ളാൻ തുടങ്ങിയിരുന്നു. കണ്ണിൽ ജ്വാല പാറി. മാറി നിൽക്കടി. പെട്ടെന്ന് ബിൻസി അവിടേക്ക് മാറ്റി നിർത്തിയ ശേഷം അവൾ നേരെ അടുക്കളയിലേക്കാണ് പോയത്.
അവിടെ നിന്ന് വിറക് വെക്കുന്ന ചേരിന്റെ മുകളിൽ നിന്നും ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴും സേവ്യർ കാല് നിറത്തുറയ്ക്കാതെ നിൽക്കുകയാണ്. നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് അടുത്ത് വന്നപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. എൻ്റെ കൊച്ചിൻ്റെ മേലെ കൈവയ്ക്കാനുള്ള ധൈര്യം നിനക്കുണ്ടായോടെ നായേ? അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ജാൻസി അത് ചോദിച്ചത്. അവളുടെ കയ്യിലിരുന്ന വെട്ടുകത്തി കണ്ടതും അയാളൊന്ന് ഭയന്നു പോയിരുന്നു. എന്നെ എന്നെ ഒന്നും ചെയ്യില്ലേ? ഞാൻ അറിയാതെ ചെയ്തതാ. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അയാൾ കൈകൂപ്പി പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു മറുപടിക്ക് വേണ്ടി ജാൻസി ബിൻസിയുടെ മുഖത്തേക്ക് നോക്കി. കുറച്ചു നേരം മുൻപ് ആൻസി ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ഞാൻ സ്കൂളിൽ പോകാനായി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത് കേട്ടത്. ചേച്ചിയായിരിക്കും വന്നതെന്ന് വിചാരിച്ച് ഞാൻ വാതിൽ തുറന്നു. സേവ്യർ ചേട്ടായി ആയിരുന്നു. എന്നെ കണ്ടതും ചേട്ടായി അകത്തേക്ക് കയറി ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞു. ചേച്ചി ആശുപത്രിയിൽ പോയെന്ന് പറഞ്ഞപ്പോൾ ഗ്ലാസും വെള്ളവും കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഗ്ലാസ് എടുക്കാൻ പോയപ്പോൾ വാതിൽ കുറ്റിയിട്ടു. ഞാൻ ശ്രദ്ധിച്ചില്ല. വെള്ളവും ഗ്ലാസും കൊടുത്തിട്ട് ഞാൻ മുറിയിൽ നിന്ന് മുടി പിന്നിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പിറകിൽ വന്ന് എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വായ പൊത്തിപ്പിടിച്ചു. അപ്പോഴേക്കും ചേച്ചി വന്നു. വിങ്ങി വിങ്ങി ബിൻസി എത്രയും പറഞ്ഞപ്പോൾ ജാൻസിക്ക് ദേഷ്യം തോന്നിയിരുന്നു. അവൾ സേവറിൻ്റെ അടുത്തേക്ക് നടന്നതും അയാൾ പുറകിലേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി ഓടി. പക്ഷെ പുറത്തേക്കുള്ള വാതിലിൻ്റെ മുൻപിൽ കയറി ഒരു മാർഗതടസ്സമായി അപ്പോഴേക്കും ജാൻസി നിന്നിരുന്നു. ശേഷം കൈനീട്ടി അവൻ്റെ 2 കവിളുകളിൽ മാറി മാറി അവൾ പ്രഹരിച്ചു. ഇനി മേല ഈ വീട്ടിലേക്ക് നീ വന്ന നിന്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. ഈ വെട്ടുകത്തി ഞാൻ നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. അയാളുടെ മുഖത്തേക്ക് നോക്കി അഗ്നി പാർന്ന കണ്ണുകളോടെ അവൾ പറഞ്ഞു. ഇപ്പം ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്ന്. ജാൻസി അത് പറഞ്ഞതും ഒരവസരം ലഭിച്ചതുപോലെ അയാൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. അവൻ പുറത്തേക്ക് വരുമ്പോഴേക്കും അന്നമോളെയും കൊണ്ട് ഒരു ചുവരിനപ്പുറത്ത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൻസി അവൻ കണ്ടത്. എല്ലാം കേട്ടില്ലേടി നിന്റെ അനിയത്തി പറഞ്ഞത്? ഇനി ഞാൻ ഈ വീട്ടിൽ കാല് കുത്തുന്നത് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. എൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് എൻ്റെ കൂടെ വരാൻ നോക്ക്. ഉണ്ടായ ജാളിത മറയ്ക്കാനായി അയാൾ അവൾക്ക് നേരെ ചീറി. കേട്ടു, എല്ലാം കേട്ടു. ഞാൻ കുറച്ചു നേരമായി ഞാൻ വന്നിട്ട്. എൻ്റെ ബിൻസി മോളെ ഇനി തൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. എൻ്റെ കൊച്ചിന് അച്ഛനില്ലെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചോളാം. അതും പറഞ്ഞ് അവൾ കണ്ണുനീരോട് അകത്തേക്ക് കയറി. ജാൻസിയെ കണ്ടതും അവൾക്ക് സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു. ജാൻസിയെ കെട്ടിപ്പിടിച്ച് ആൻസി കരയാൻ തുടങ്ങിയിരുന്നു. കാര്യമൊന്നും അറിയാതെ അന്നമോളെ എല്ലാവരെയും മാറി മാറി നോക്കുകയാണ്. അവളുടെ കുഞ്ഞു മുഖത്തേക്ക് മാത്രമായിരുന്നു ജാൻസിയുടെ ശ്രദ്ധ. മോളി പേടിക്കേണ്ട കേട്ടോ, ഒന്നുമില്ല, അവൾ അന്നമോളെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും അവൾ ജാൻസിയുടെ അരികിൽ വന്നിരുന്നു. അവൾ കുഞ്ഞിനെ വാരിയെടുത്തു. ശേഷം ബിൻസിയും അവൾക്ക് അരികിൽ വന്നു. ജാൻസി ഇരു കൈയും ചേർത്ത് ബിൻസിയെയും ആൻസിയും ചേർത്ത് പിടിച്ചു. അന്നമോളെ മടിയിലും. ഞാനുള്ളപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. കെട്ടിയവനില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ഒരു മിനിറ്റ് പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. ആൻസിയോട് അത്രയും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് നന്നേ വിഷമമായെന്ന് ആൻസിക്ക് മനസ്സിലായിരുന്നു. ആൻസി ഒന്നും മിണ്ടാതെ അന്നമോളെയും കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കരഞ്ഞു. അവൾക്ക് അതിന് മാത്രമേ ആകുമായിരുന്നുള്ളൂ എന്ന് ജാൻസിക്കും അറിയാമായിരുന്നു. ബിൻസി അകത്തേക്ക് കയറി ചെന്നപ്പോൾ കട്ടിൽ കിടക്കുകയാണ് ജാൻസി. ഒരു കൈയെടുത്ത് കണ്ണിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ചേച്ചി, ബിൻസി വിളിച്ചു. നമ്മുടെ സമ്മതമില്ലാതെ ആരെങ്കിലും നമ്മുടെ ശരീരത്ത് തൊട്ടാൽ ഒന്നും നോക്കാനില്ല. കയ്യിൽ കിട്ടുന്നത് എന്താണോ അത് വെച്ച് അവൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കണം. കൂടിപ്പോയാൽ ശിക്ഷ കിട്ടുമെന്നേ ഉള്ളൂ. ഒരിക്കലും സ്വയം നശിച്ച് ജീവിക്കാൻ പാടില്ല. ഒരുത്തൻ ശരീരത്തിൽ തൊടാൻ വന്നിട്ട് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും അതിലൊരു അന്തസ്സുണ്ട്. തിരിച്ച് പ്രതികരിക്കില്ല എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ് ഓരോരുത്തരും അങ്ങനെ ഇടപെടുന്നത്. പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഒരു ഭയം വരും. കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾ പറഞ്ഞു. ഇനി ഇങ്ങനെ നിന്ന് കരയേണ്ട അവസ്ഥ വരരുത്. ഇല്ല ചേച്ചി. കണ്ണുനീര് തുടച്ച് ബിൻസി അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ടെന്ന് ജാൻസിക്ക് തോന്നിയിരുന്നു. തനിക്ക് അവർക്ക് നൽകാൻ ഇത്തരം ഉപദേശങ്ങൾ മാത്രമേ ഇപ്പോൾ കൈകളിലുള്ളൂ. ജാൻസി, അരമനയിലെ കാര്യസ്ഥൻ നിന്നെ തിരക്കി വന്നിട്ടുണ്ട്. ആൻസി വാതിൽക്കൽ വന്നുവെന്ന് പറഞ്ഞു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾ ആവോളം കരഞ്ഞിട്ടുണ്ടെന്ന്. ജാൻസിക്ക് വേദന തോന്നി. അവൾ മുഖം തുടച്ച് പുറത്തേക്ക് ചെന്നപ്പോൾ കാര്യസ്ഥൻ വറീത് ചേട്ടൻ വാതിൽക്കൽ നിൽപ്പുണ്ട്. നീ എന്നാ കൊച്ചി ഇന്ന് വരാതിരുന്നത്? നിനക്ക് എന്നാ പറ്റിയെന്ന് അറിയാൻ വേണ്ടി ക്ലാരമ്മച്ചി പറഞ്ഞു വിട്ടതാണ് എന്നെ. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇടയ്ക്ക് അനിയത്തിൻ്റെ കോളേജ് വരെ പോകേണ്ടി വന്നു, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. ഒരു ഷോൾ എടുത്ത് ആരോടും ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി. അന്നമോൾക്ക് മാത്രം ഒരു മുത്തം നൽകി. തിരിച്ചു പോകുന്നതിന് മുൻപ് ആറിന് അരികിലേക്ക് ചെന്ന് അവൾ മുഖം നന്നായി കഴുകി. അവളുടെ കണ്ണുനീര് ആ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് മുഖം തുടച്ച് എഴുന്നേറ്റത് പഴയ ജാൻസിയായിരുന്നു. അവളുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം അവൾ ആ പുഴയിൽ ഒഴുക്കി കളഞ്ഞിരുന്നു. ഒപ്പം കുറച്ച് മോഹങ്ങളും ഇഷ്ടങ്ങളും. അവൾ അരമനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ക്ലാര അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എന്താ പറ്റിയത് കൊച്ചേ? ഞാൻ ഓർത്തു നിനക്ക് എന്നാ പറ്റിയെന്ന്. വല്ല മേലാഴികയാണോന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വറീദിനെ അങ്ങോട്ട് വിട്ടത്. ഒന്നുമില്ല ക്ലാരമ്മച്ചി,
ഞാനൊന്ന് ലിൻസിയുടെ കോളേജ് വരെ പോയതാ. പെട്ടെന്നായതുകൊണ്ട് പറയാൻ പറ്റിയില്ല. അത്രയും മാത്രം പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ മുഖത്തൊരു തെളിച്ചമില്ലെന്ന് അവർക്ക് തോന്നിയിരുന്നു. അടുക്കളയിൽ ചെന്നതും അവൾ ധൃതിയിൽ ഓരോ ജോലികൾ തീർക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും അവൾ എന്തെങ്കിലുമൊക്കെ ക്ലാരയോട് സംസാരിക്കുന്നതാണ്. ഇന്നത് ഉണ്ടായില്ല. അവൾക്ക് മനസ്സിന് എന്തോ പ്രയാസമുണ്ടെന്ന് അവർക്കും തോന്നിയിരുന്നു. ഏതായാലും കുറച്ചു കഴിയുമ്പോൾ അവൾ തന്നെ ഇത് തുറന്നു പറയുമെന്ന് ക്ലാരയ്ക്ക് ഉറപ്പായിരുന്നു. അവളുടെ വേദനകളെല്ലാം അവൾ തുറന്നു പറയുന്ന ഒരാൾ ക്ലാര തന്നെയായിരുന്നു. വൈകുന്നേരം ജോലിയെല്ലാം ഒതുക്കി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആൽവിൻ വരുന്നത്. ക്ലാര ഉറക്കമാണോ എന്ന് നോക്കിയതിനു ശേഷം അവൻ അടുക്കളയിലേക്ക് ചെന്നു. അവന്റെ സാന്നിധ്യം അറിഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. അവളുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. ഹലോ മേഡം, ഇന്നലത്തെ മരുന്നേറ്റു. എൻ്റെ കൈയുടെ വേദനയൊക്കെ കുറവുണ്ട്. അവൻ ഉത്സാഹത്തോടെ അവളുടെ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ജോലി തുടരുകയാണ്. എന്നതാണ് എൻ്റെ കൊച്ചൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? അതും പറഞ്ഞ് അവൻ അവളുടെ തോളിൽ പിടിച്ചു അവളെ തിരിച്ചു നിർത്തി. അതിനു പകരം അവന് രൂക്ഷമായൊരു നോട്ടമായിരുന്നു ലഭിച്ചത്. അവൾ എന്തു പറ്റിയെന്ന് അറിയാതെ അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. കൈയെടുക്ക്. അവളുടെ ആ സംസാരത്തിൽ ഒരു വേള അവനൊന്ന് ഭയന്നു പോയിരുന്നു. അത്രമേൽ തീക്ഷ്ണമായിരുന്നു അവളുടെ നോട്ടവും സംസാരവും. എന്നാ പറ്റി? അവൻ അവളെ ഒരിക്കൽ കൂടി നോക്കി ചോദിച്ചു. തനിക്കൊക്കെ എന്താവശ്യമെന്ന് എനിക്കറിയാം. ഒരു മിനിറ്റ് നേരത്തെ സുഖത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്? ഒരു പെണ്ണിൻ്റെ ഉള്ളിലും ഒരു മനസ്സുണ്ട്. നീയൊക്കെ വെറും മാംസ കഷ്ണങ്ങളായി കാണുന്നതിനും അപ്പുറം അവൾക്ക് വികാരങ്ങളും വിചാരങ്ങളുമുണ്ട്. അവളുടെ മനസ്സിൽ സ്വപ്നങ്ങളുണ്ട്. ഒരു മിനിറ്റ് നേരത്തെ സുഖത്തിന് വേണ്ടി നിങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്നത് ഓരോ പെൺകുട്ടികളുടെ ജീവിതമാണ്. അവളുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളാണ്. പാവങ്ങളാണ് സാറേ. ജീവിച്ചു പൊയ്ക്കോട്ടെ, ഉപദ്രവിക്കരുത്. ഇനി പിന്നാലെ വരല്ലേ. പറയുമ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീഴുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവളുടെ ആ വാക്കുകൾ അവനെ ചുട്ടുപൊള്ളിക്കാൻ കെൽപ്പുള്ളതൊക്കെ ഉണ്ടെന്ന് അവന് തോന്നിയിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ തോൾ വെച്ച കൈയെടുത്ത് മാറ്റിക്കളഞ്ഞിരുന്നു. ഒന്നും പറയാതെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ജോലി തുടർന്നു. അവൻ മുറിയിലേക്ക് പിൻവാങ്ങി. മനസ്സ് വല്ലാതെ നീറി തുടങ്ങി അവൻ്റെ. ഇന്നലെ മുഴുവൻ താൻ അവളെ സ്വപ്നം കണ്ടാണ് കിടന്നത്. അവളുടെ സാന്നിധ്യം നൽകിയ സന്തോഷത്തിലായിരുന്നു ഉറങ്ങിയത്. രാവിലെ വരുമ്പോൾ തന്നെ അവൾ തൻ്റെ പ്രണയം കളങ്കമില്ലാതെ ആണെന്ന് മനസ്സിലാക്കിയെന്ന് പറയുമെന്ന് കരുതി. അവൾ താമസിച്ചു വന്നപ്പോൾ നേരിയ ഭയം തോന്നിയതുകൊണ്ടാണ് അമ്മച്ചിയോട് പറഞ്ഞ് വറീദേട്ടനെ കൊണ്ട് വീട്ടിൽ ചെന്ന് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞത്. രാവിലെ മുതൽ അവളെ കാണാതെ മനസ്സ് നീറിപ്പോകുകയാണ്. അവളോട് മനസ്സ് തുറക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോഴാണ് അവളുടെ നാവിൽ നിന്നും ഇങ്ങനെയൊരു മറുപടി കേൾക്കുന്നത്. എത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചിട്ടും അവൾ വീണ്ടും തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവൾ അറിയുന്നില്ലല്ലോ തൻ്റെ ഹൃദയവാതിൽ തള്ളി തുറന്ന് അവൾ അകത്ത് കയറി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അവളില്ലായ്മയിൽ താൻ ഉരുകി തീരുമെന്ന്. അവളാൽ മാത്രം തളിർക്കാൻ കൊതിക്കുന്നൊരു പ്രണയവസന്തം തൻ്റെ ഉള്ളിലുണ്ടെന്ന്. അവളാൽ പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നൊരു ഹൃദയം മുറവിളി കൂട്ടുന്നുണ്ടെന്ന്. എന്തിനാണ് പെണ്ണെ എന്നിൽ നിന്നൊരകലം നീ കാത്തു സൂക്ഷിക്കുന്നത്? അവൻ വേദനയോടെ ഓർത്തു. അറിയാതെ അവൻ്റെ കണ്ണുകൾ ചുവന്നു തുടങ്ങിയിരുന്നു. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം വലിയ പാർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, 13 മിനിറ്റിൻ്റെ.